ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആർച്ചമ്മ റുക്സ് ഫാമിലി. അപ്പോൾ ഇന്ന് ജൂൺ 2. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടി അവരുടെ സ്കൂളിലോട്ട് പോകുന്ന ദിവസം. ആർച്ച അതുപോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് സ്കൂളിലേക്ക് പോകാനായിട്ട്. ഇന്ന് സ്കൂൾ ബസ് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കണം. ഞങ്ങളപ്പോൾ ബസ്സിന് പോകാമെന്ന് കരുതി ഇറങ്ങിയേക്കാണ് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലോട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്ന അതേ സമയത്ത് തന്നെ കോട്ടയം അതുപോലെ കുട്ടനാട് സ്ഥലങ്ങളിലെ ചില സ്കൂളുകൾ തുറക്കുന്നില്ല, അവർക്ക് അവധിയാണ്. സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർക്ക് സ്കൂൾ തുറക്കുന്നില്ല. അതൊരു ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. കാരണം നമ്മുടെ കുട്ടികൾ റെഡിയായി പുതിയ ഡ്രസ്സിട്ട് പുതിയ ബാഗിട്ട് സ്കൂളിലോട്ട് സന്തോഷത്തോടെ പോകുമ്പോൾ ആ കുട്ടികൾക്ക് പോകാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു സങ്കടമുണ്ട്. പക്ഷേ ബാക്കി എല്ലാ സ്ഥലത്തെയും സ്കൂളിൽ നിന്ന് തുറക്കുകയാണ്. എല്ലാ കുട്ടികളും ഭയങ്കര ഹാപ്പി ആയിട്ട് സ്കൂളിലോട്ട് പോരാണ്. പറഞ്ഞ പോലെ ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ. നമ്മുടെ കാലത്തായിരുന്നെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നനഞ്ഞ് കുളിച്ച് ഉടുപ്പൊക്കെ പിഴിഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ കയറുന്ന അവസ്ഥയായിരിക്കും ജൂണിൽ സ്കൂൾ തുറന്ന് പോകുമ്പോൾ. ഇന്ന് ഇവിടെ നല്ല വെയിലാണ്, മഴയൊന്നുമില്ല. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഒരു സ്കൂളിലോട്ട് ചെല്ലുമ്പം പുതിയതായിട്ട് തുടങ്ങുമ്പോൾ ജൂൺ മാസത്തിൽ സ്കൂൾ ഓപ്പണിംഗ് ടൈമിൽ നമ്മൾ ചെല്ലുമ്പം കുറേ കുട്ടികൾ കരഞ്ഞൊക്കെ ഇരിക്കുന്നത് കാണാമല്ലേ, പുതിയതായിട്ട് സ്കൂളിലോട്ട് ചേരാൻ വരുന്നത്. പക്ഷേ ഇന്ന് ഒരു കുട്ടി പോലും അങ്ങനെ കരഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റിയില്ല കേട്ടോ. കാരണം അത്ര ഹാപ്പി ആയിട്ടാണ് കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് വന്നത്. അമ്മമാരിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് നിൽക്കാനൊന്നും കുട്ടികൾക്ക് യാതൊരു മടിയുമില്ല. അത്ര നല്ല കുട്ടികളായിട്ടാണ് എല്ലാവരെയും കണ്ടത്. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ പുതുതായി വന്ന കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും ടീച്ചർമാർ ബലൂണൊക്കെ കൊടുത്തു. ബലൂൺ കണ്ടപ്പോഴേക്കും കുട്ടികൾ പിന്നെ ഭയങ്കര ഹാപ്പിയായി. കൂടാതെ നമ്മുടെ സ്കൂളിലാണ് ഈ പ്രാവശ്യത്തെ LSS എക്സാമിന് ഫസ്റ്റ് കേട്ടോ. മേലാറ്റൂർ ഉപജില്ലാ തലത്തിൽ LSSന് 32 കുട്ടികൾ പാസ്സായി. ഫസ്റ്റ് നമ്മുടെ സ്കൂളിനാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടിയും നമ്മുടെ സ്കൂളിലാണ്. അപ്പോൾ അവർക്കൊക്കെ സമ്മാനം ട്രോഫി കൊടുത്ത് ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന കുട്ടികൾ 10ാം ക്ലാസ്സിന് ഫുൾ A+ മേടിച്ചവർക്കും അതുപോലെ ട്രോഫി കൊടുത്ത് ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പായസം കുടിക്കാനുള്ളവരോടൊക്കെ ചെല്ലാൻ പറഞ്ഞു. ഇന്ന് നമുക്കവിടെ പായസമായിരുന്നു. ആർച്ച എവിടെ നിന്ന് പായസം കിട്ടിയാലും കുടിക്കില്ല കേട്ടോ. കല്യാണത്തിനാണെങ്കിലും വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിലും ഒന്നും കുടിക്കില്ല. പക്ഷേ അവൾക്ക് എന്താണെന്നറിയില്ല, അവളുടെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന പായസം ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമാണ് ഞാൻ കുടിച്ച് കണ്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ പായസമൊക്കെ കുടിച്ചു. ആ കാണുന്നത് തിക്കും തിരക്കും വേറൊന്നുമല്ല, പായസത്തിന് വേണ്ടി ആൾക്കാർ പോയി നിൽക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ആർച്ചയുടെ ക്ലാസ്സിലോട്ട് പോകണം. ആർച്ചയുടെ ക്ലാസ് നേരത്തെ താഴത്തായിരുന്നു, ഇപ്പോൾ ആർച്ച ചേച്ചി ആയിരിക്കുകയാണ്. LKGയിൽ നിന്ന് UKGയിലോട്ടുള്ള പ്രൊമോഷൻ കിട്ടി. കൊച്ചിപ്പം ചേച്ചി ആയിരിക്കുകയാണ്. മുകളിലാണ് അവരുടെ ക്ലാസ്. അപ്പം അങ്ങോട്ട് പോകുന്നതാണ് ആ കാണുന്നത്. പുതിയ ക്ലാസ്, പുതിയ ടീച്ചറാണ് അവർക്ക്. അവരുടെ സ്കൂളിലോട്ടും വന്ന പുതിയ ടീച്ചറാണ്. അപ്പോൾ പുതിയ ക്ലാസ്, പുതിയ ടീച്ചർ, പഴയ ഫ്രണ്ട്സ് എല്ലാവരെയും കാണുന്നതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ്. UKG-Cയിലോട്ടാണ് അച്ചൂസ് വന്നേക്കുന്നത്. ഇതാണ് ആർച്ചക്കുട്ടിയുടെ ഫ്രണ്ട്സാണ് ഇതൊക്കെ കേട്ടോ. ആർച്ചക്കുട്ടിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ആയിട്ട് ഭയങ്കര കളിയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ ഉള്ള സന്തോഷമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ക്ലാസ്സിലോട്ട് വന്ന് നമുക്ക് കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ ഡയറി ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഇവർക്ക് കഴിഞ്ഞ വർഷം ID കാർഡ് ഉണ്ടായിരുന്നില്ല. ഈ വർഷം അവർക്ക് ID കാർഡ് കിട്ടിയിട്ടുണ്ട്. ആർച്ചൻ്റെ ഫോട്ടോയൊക്കെ, ചുണ്ടൊക്കെ കണ്ടോ, തത്തമ്മ ചുണ്ട് പോലെ ചുവന്നിരിക്കുകയാണ്. ആർച്ച ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടാണ് ഫോട്ടോ എടുക്കാൻ പോയത് കേട്ടോ. നല്ല ചുകചുകാന്നാണ് ചുണ്ടൊക്കെ ഇരിക്കുന്നത്. അച്ഛന് ഭയങ്കര ഇഷ്ടമായി. അതാണെങ്കിൽ ആരുടെയും കൈ കൊടുക്കാതെ കഴുത്തിലിട്ടുകൊണ്ട് അതുവഴി ഇതുവഴിയൊക്കെ തേരാപ്പാര നടക്കുമായിരുന്നു. നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ക്യാപ്പ് കൊടുത്തു തലയിൽ വെക്കാനായിട്ട്. ഇത് LKG UKG 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ക്യാപ്പ്, ബാക്കി കുട്ടികൾക്കൊന്നുമില്ല. എന്തായാലും ക്യാപ്പും കിട്ടി. ക്യാപ്പും തലേന്ന് ഊരുന്നുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയിട്ടും തലയിൽ ക്യാപ്പായിരുന്നു. ബസ്സിൽ തിരിച്ചു വരുമ്പോഴും തലയിൽ ക്യാപ്പായിരുന്നു. ക്യാപ്പ് ഊരിയെടുത്തില്ലായിരുന്നു. പിന്നെ അവരൊക്കെ കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് കളിച്ചു. അവർക്ക് പുതിയ ടീച്ചറാണ്. പിന്നെ ടീച്ചറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടീച്ചറിൻ്റെ പേര്, സ്ഥലം ഒക്കെ പറഞ്ഞ് ടീച്ചറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ കുട്ടികളെ നന്നായിട്ട് നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. കാരണം ടീച്ചറും പുതിയതാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടായാൽ
ക്ഷമിക്കണം, ടീച്ചറിൻ്റെ മാക്സിമം ടീച്ചർ നോക്കിക്കൊള്ളാം, ആർക്കൾക്ക് എന്തെങ്കിലും പരാതിയൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറയണം എന്നൊക്കെ ടീച്ചർ പറഞ്ഞു. എന്തായാലും നമുക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ടീച്ചർ അത്ര ഹാപ്പി ആയിട്ടാണ് നമ്മളോട് സംസാരിച്ചത്, കുട്ടികളോട് പെരുമാറിയത്. ആർച്ചക്കുട്ടിയാണെങ്കിൽ ടീച്ചറിൻ്റെ ചോട്ടിൽ തന്നെയായിരുന്നു. ടീച്ചർ ഒന്ന് കെട്ടിപ്പിടിച്ചപ്പോഴത്തേനും ആർച്ച ഭയങ്കര ഹാപ്പിയായി, എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി, എന്നെ നോക്കി ചിരിക്കുകയായിരുന്നു. കാരണം ഇനിയിപ്പോൾ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞാലും ആർച്ച ചാടി എഴുന്നേറ്റ് സ്കൂളിൽ പോയിക്കോളും, അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു ആർച്ച. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി, പിന്നെ വിശക്കാൻ തുടങ്ങി, സമയം ഒരു 1 മണിയൊക്കെ ആയിരുന്നു. നമ്മൾ നേരെ പോയി ഒരു കട്ട്ലേറ്റും, അവൾക്ക് കട്ട്ലേറ്റ് മതി എന്ന് പറഞ്ഞു, കട്ട്ലേറ്റും ഒരു പൈനാപ്പിൾ ജ്യൂസും കുടിച്ച് വിശപ്പൊക്കെ കഴിഞ്ഞ് അവൾക്ക് കുറച്ച് സ്ലേറ്റ് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ആർച്ച കുറച്ച് വഴക്കായിരുന്നു, അവൾക്ക് കളിപ്പാട്ടം വേണമെന്നും പറഞ്ഞു വഴക്കുണ്ടാക്കുമായിരുന്നു. പിന്നെ കുറച്ച് ബബിൾസോ പീപ്പിയോ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു, അത് വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ തിരിച്ച് പോരുമ്പോഴാണ് വഴിയിൽ വെച്ച് നമ്മളൊരു പാമ്പ് ചത്ത് കിടക്കുന്നത് കണ്ടു കേട്ടോ, ഒരു കുഞ്ഞു പാമ്പ്. ആർച്ച അതിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് അതിനെ കല്ലെടുത്തൊക്കെ എറിയുന്നുണ്ടായിരുന്നു. എന്തായാലും അത് ചത്ത് കിടക്കുകയാണ്. നമ്മളപ്പോൾ ചുമ്മാ പോകുന്നതല്ലേ എന്ന് കരുതി അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് പോന്നു. പിന്നെ ആർച്ചയ്ക്ക് കളിപ്പാട്ടം കിട്ടാത്തതിൻ്റെ സങ്കടം അതാണ് ആ മുഖത്ത് കാണുന്നത്, അത് മാറിക്കൊള്ളും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവരും ഒരുപാട് താങ്ക് യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇനിയും വീഡിയോസുകൾ കാണുക. നിങ്ങളുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ, സ്കൂളിൽ പോയി സന്തോഷമായിട്ട് നല്ല കുട്ടികളായി പഠിച്ച് വളരട്ടെ. താങ്ക് യു.